പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 119 സങ്കീർത്തനം 54 വാക്യം: ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനം ആകുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നു, ദൈവമേ, നിൻ്റെ ചട്ടങ്ങൾ, നിൻ്റെ വചനങ്ങൾ എൻ്റെ കീർത്തനമാണ്. എൻ്റെ വീട്ടിൽ അതൊരു പാട്ടാണ്. നിൻ്റെ വായിലെ വാക്കുകൾ, നിൻ്റെ വചനങ്ങൾ പലപ്പോഴും ഞാൻ കേൾക്കുമ്പോൾ അത് എൻ്റെ വീട്ടിനകത്തൊരു പാട്ടായി മാറുന്നു. എന്താ ഈ പാട്ടിൻ്റെ പ്രത്യേകത? യാക്കോബ് അപ്പസ്തോലൻ പറയുന്നു, നിങ്ങളിൽ സന്തോഷിക്കുന്നവർ പാട്ട് പാടട്ടെ. അർത്ഥം, പാട്ട് സന്തോഷത്തിൻ്റെ ഒരു പ്രതീകമാണ്. ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാകും. ദൈവത്തിൻ്റെ വചനം കാണുമ്പോൾ, അത് കേൾക്കുമ്പോൾ വലിയ കൊള്ള കിട്ടിയ സന്തോഷമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഇത് വലിയ സന്തോഷത്തിൻ്റെയാണ്. പ്രിയരെ, ഇന്ന് പകൽക്കാലവും പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കുന്നു, ഈ വചനം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെയാണോ? ഈ വചനം വായിക്കാൻ നിങ്ങൾ സന്തോഷിക്കാറുണ്ടോ? ഈ വചനത്തിനു വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കാറുണ്ടോ? മറ്റു പലതിനകത്തും ഈ ലോകം സന്തോഷം കണ്ടെത്തുമ്പോൾ, മറ്റു പലതിലും ഈ ലോകം ആനന്ദം കണ്ടെത്തുമ്പോൾ, ഒരു ദൈവ പൈതലിൻ്റെ ആനന്ദം ദൈവത്തിൻ്റെ വചനത്തിലാണ്. ഒരധ്യായമോ രണ്ടധ്യായമോ വായിച്ച് അല്ല, ഒരു വാക്യം വായിച്ച് വേദപുസ്തകം മടക്കി വെക്കാനല്ല, വേദപുസ്തകം വായിച്ച് അതിനകത്ത് സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ വാക്യം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ടെസ്റ്റിമണിയാണ്. ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങൾ എൻ്റെ കീർത്തനമാകുന്നു. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും, സന്തോഷത്തോടെ പറയാൻ സാധിക്കും, കർത്താവേ, നിൻ്റെ വചനത്തിനകത്തെ സന്തോഷം, നിൻ്റെ വചനത്തിനകത്തെ വലിയ ആനന്ദം എൻ്റെ വീട്ടിനകത്ത് തന്നതിനാൽ സ്തോത്രം. ഇന്ന് പകൽക്കാലിലും മറ്റ് എന്തിനേക്കാട്ടിലും അധികമായി, മറ്റേതൊരു സംഭവത്തെക്കാട്ടിലും, കാര്യത്തെക്കാട്ടിലും, സാധനത്തെക്കാട്ടിലും ദൈവിക വചനത്തിനകത്ത് സന്തോഷമുണ്ട്. ഈ ലോകത്തിൻ്റെ വസ്തുവകകൾ, ഈ ലോകത്തിൻ്റെ ആഹാരങ്ങൾ, ഈ ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റുകൾ തരുന്ന സന്തോഷത്തെക്കാട്ടിലും വലിയ സന്തോഷമത്രേ ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ളത്. അത് അനുഭവിക്കുവാൻ, അത് ആസ്വദിക്കുവാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. 2, ദൈവത്തിൻ്റെ വചനം ഹല്ലേലൂയ ഒരു കീർത്തനമെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? യോബിൻ്റെ പുസ്തകം 35-ാം അധ്യായം 10-ാം വാക്യം പറയുന്നു, രാത്രിയിൽ സ്തോത്രഗീതം തരുന്നവൻ. ദൈവത്തിൻ്റെ വചനം സ്തോത്രത്തിൻ്റെ ഗീതമാണ്. അതുകൊണ്ടാണ് ദാവീദിൻ്റെ ഒത്തിരി സങ്കീർത്തനത്തിന് സ്തോത്ര സങ്കീർത്തനമെന്ന് നാം പറയുന്നത്. അവൻ നന്ദി അർപ്പിക്കുക. പ്രിയരെ, ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം നന്ദിയാൽ നിറയണം. ദൈവം കരുതിയ വിധങ്ങളെക്കുറിച്ച് വചനത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നന്ദിയാണ് നിറയുന്നത്. അതൊരു സ്തോത്രത്തിൻ്റെ വാക്കുകളാണ്. ഈ പകൽക്കാലവും സങ്കീർത്തനം വായിക്കുമ്പോൾ, വചനങ്ങൾ വായിക്കുമ്പോൾ ഉള്ളിൽ നന്ദി കൊണ്ട് നിറയണം. നമ്മെ നടത്തിയ ദൈവത്തെ, നമ്മെ കരുതിയ ദൈവത്തെ, നമ്മെ ഉയർത്തിയ ദൈവത്തെ, ഇതുവരെ കൊണ്ടുവന്ന ദൈവത്തെ നന്ദി പറയാൻ, സ്തോത്രം പറയാൻ ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കണം. എബനേസർ എന്ന് പറഞ്ഞ് മിസ്പയ്ക്കും ഷേനിനും നടുവിൽ ഒരു കല്ല് നാട്ടി ദൈവം ഇത്രത്തോളം എന്നെ സഹായിച്ചെന്ന് ശമൂവേൽ പറഞ്ഞപ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. പ്രിയരെ, നമുക്കും പറയാൻ സാധിക്കുമോ? ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന എബനേസർ, നന്ദി, നന്ദി, നന്ദി. അതൊരു സ്തോത്രത്തിൻ്റെ ഗീതമാണ്. ദൈവത്തിൻ്റെ വചനം സ്തോത്രഗീതമാണ്. വീണ്ടും തിരുവചനത്തിൽ നാം വായിക്കുമ്പോൾ എന്താ ദൈവത്തിൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത? അത് സന്തോഷത്തെ പകരുന്നതാ. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ സ്തോത്രത്തെ തരുന്നതാ. 3, ദൈവത്തിൻ്റെ വചനം വിടുതൽ തരുന്നതാ. അതുകൊണ്ടാണ് അർദ്ധരാത്രിക്ക് ദൈവത്തിൻ്റെ ദാസന്മാർ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ പാടി ആരാധിച്ചത്. ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പസ്തോലനായ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കൈകളും കാലുകളും ആമത്തിലായിരുന്നു. അവർ ഹല്ലേലൂയ മുറിവേൽപ്പിക്കപ്പെട്ടു, അടിക്കപ്പെട്ടു, ഉടയ്ക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. ജീവിതത്തിൻ്റെ വേദനയുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ, അർദ്ധരാത്രിയിൽ, ഹല്ലേലൂയ അർദ്ധരാത്രിയുടെ ആ ഇരുട്ടിൻ്റെ സമയത്ത് അവരുടെ വായെ മാത്രം അടയ്ക്കാൻ ശത്രുവിന് സാധിച്ചില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? അവർ അർദ്ധരാത്രിയിൽ ദൈവത്തോടെ പാടി ആരാധിച്ചു, സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. അവർ പാടി ആരാധിച്ചു. അതവരുടെ ആരാധനയാണ്, അതവരുടെ വിടുതലാണ്.
ആ പാട്ടുകൾ അവർ പാടിയപ്പോൾ, ദൈവവചനം പാടി അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ അവർക്കും കൂടെയുള്ളവർക്കും അത് വിടുതലായി മാറി. പ്രിയരെ, ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ വചനങ്ങളെ നാം വാഗൊണ്ട് വായിക്കുമ്പോൾ തന്നെ അതൊരു പാട്ടാ. ഇസ്രായേൽ മക്കൾ അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ പാടി ആരോഹണ ഗീതം എന്നൊക്കെ പറഞ്ഞ് മലകൾ കയറുന്നത്, ദൈവസന്നിധിയിലേക്ക് വരുന്നത്, ദൈവത്തെ ആരാധിക്കാൻ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നാം ജീവിതത്തിൻ്റെ ഓരോ ചുവട് വെക്കുമ്പോഴും കർത്താവിൻ്റെ വചനം നമ്മുടെ വായിൽ പാട്ടായിരിക്കട്ടെ. നിങ്ങളുടെ വീട്ടിനകത്ത് വിടുതൽ വരണോ? ദൈവത്തിൻ്റെ വചനത്തിനകത്തെ ആ വിടുതലിൻ്റെ പാട്ടുകൾ വീട്ടിനകത്ത് പാടണം, വീട്ടിനകത്ത് വചനത്തെ ഉയർത്തണം. 3 കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഒന്ന്, ദൈവത്തിൻ്റെ വചനം നിൻ്റെ വീട്ടിനകത്ത് പാട്ടാണോ? അത് നിങ്ങൾക്ക് സന്തോഷം തരും. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീട്ടിലെ പാട്ടാണോ? അത് നിങ്ങളുടെ വീട്ടിനകത്തെ സ്തോത്രത്തിൻ്റെ പാട്ടായി തീരും. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ വീട്ടിലെ പാട്ടാണോ? ആ പാട്ട് നിങ്ങൾക്ക് വിടുതലും സ്വാതന്ത്ര്യവും തരുന്നതത്രേ. ഈ രാവിലെ സമയം കർത്താവിൻ്റെ വചനം നാം പരദേശിയായി പാർക്കുന്ന ഈ വീട്ടിനകത്ത് പാട്ടായി തീരട്ടെ, കീർത്തനമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ, സ്തോത്രമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ഈ പകൽക്കാലവും കർത്താവ് നമ്മളെ അങ്ങനെ ബലപ്പെടുത്തുന്നതിനാൽ സ്തോത്രം. വായിൽ പാട്ട് നിറയട്ടെ, സന്തോഷം നിറയട്ടെ, സ്തോത്രം നിറയട്ടെ. ദൈവനാമത്തെ ഉയർത്തുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.